പ്രിയമുള്ളവരെ, ഒരു പുതിയ വർഷത്തിൻ്റെ പൂമുഖത്ത് നാം എത്തിയിരിക്കുകയാണ്. 2020 നിന്ന് 2021 നാം നമ്മുടെ മനസ്സും ഹൃദയവും നമ്മുടെ ശരീരവും നമ്മെ തന്നെയും നമ്മൾ എടുത്ത് വയ്ക്കുകയാണ്. ജീവിതത്തിൻ്റെ ഇനിയും ആഴപ്പെടുന്ന ചില ബോധ്യങ്ങൾക്ക് അനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ദൈവം ആയുസ്സിൻ്റെ പുതിയ ഒരു ദിനത്തിലേക്ക് നമ്മെ എടുത്ത് വയ്ക്കുന്നു. അവിടുത്തേക്ക് നന്ദിയും സ്തോത്രവും അർപ്പിക്കാം. ഹാപ്പി ന്യൂ ഇയർ എന്ന് നാം എല്ലാവരെയും സന്തോഷത്തോടെ അഭിവാദ്യം ചെയ്ത് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കും. സന്തോഷഭരിതമായ ഒരു പുതുവത്സരം ഞാൻ അങ്ങേക്ക് നേരുന്നു എന്ന് പറയുമ്പോൾ ജീവിതത്തെ സന്തോഷിപ്പിക്കുന്ന അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ കൂടെ ഇരിക്കട്ടെ എന്നാണ് നമ്മൾ ആശംസിക്കുന്നതിൻ്റെ പൊരുൾ. ജീവിതത്തിൽ സന്തോഷത്തെ സ്ഥായിയാക്കുന്ന, നിലനിർത്തുന്ന, കുറഞ്ഞു പോകാതെ നമുക്ക് ലഭ്യമാക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ, ഘടകങ്ങൾ നമ്മിലുണ്ട്. അത് അങ്ങിൽ സ്ഥിതി ചെയ്ത് ഈ പുതിയ വത്സരത്തെ ഏറ്റവും ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. ഈ ആശംസയ്ക്ക് പിറകിൽ നമുക്കൊരു ദൈവബന്ധമുണ്ട് എന്നതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ ആ ഘടന. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം നമുക്ക് ഈ പുതുവർഷത്തിൻ്റെ ആരംഭ നിമിഷത്തിൽ ഒന്ന് വായിച്ചാലോ? ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായം 25 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ അതിൻ്റെ ചുരുക്കമായ ഒരു വിവരണമാണ്. ഇപ്രകാരം വായിക്കുന്നു: ദാരിയൂസ് രാജാവ് ഭൂമുഖത്തുള്ള സകല ജനതകൾക്കും ജനപദങ്ങൾക്കും ഭാഷക്കാർക്കും എഴുതി, നിങ്ങൾക്ക് സമാധാനം സമൃദ്ധമാകട്ടെ. എൻ്റെ അധികാരത്തിലുള്ള എല്ലാവരും ദാനിയേലിൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ ഭയന്ന് വിറയ്ക്കണം എന്ന് ഞാൻ വിളംബരം ചെയ്യുന്നു. എന്തെന്നാൽ അവിടുന്നാണ് നിത്യനും ജീവിക്കുന്നവനുമായ ദൈവം. അവിടുത്തെ രാജ്യം ഒരിക്കലും നശിപ്പിക്കപ്പെടുകയില്ല. അവിടുത്തെ ആധിപത്യത്തിന് അവസാനമില്ല. അവിടുന്ന് രക്ഷിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്യുന്നു. ആകാശത്തിലും ഭൂമിയിലും അവിടുന്ന് അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു. അവിടുന്നാണ് ദാനിയേലിനെ സിംഹങ്ങളുടെ പിടിയിൽ നിന്ന് രക്ഷിച്ചത്. ആ വാക്യം ഒന്നുകൂടി ഞാൻ വായിക്കട്ടെ. അവിടുന്നാണ് ദാനിയേലിനെ സിംഹങ്ങളുടെ പിടിയിൽ നിന്ന് രക്ഷിച്ചത്. ദാരിയൂസിൻ്റെയും പേർഷ്യക്കാരനായ സൈറസിൻ്റെയും ഭരണകാലത്ത് ദാനിയേൽ ഐശ്വര്യപൂർവ്വം ജീവിച്ചു. ദൈവമേ, സ്തുതിനിനക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോർ. ഏറ്റവും സ്നേഹമുള്ളവരെ, അവിടുന്നാണ് ദാനിയേലിനെ സിംഹങ്ങളുടെ പിടിയിൽ നിന്ന് രക്ഷിച്ചത്. ദാനിയേലിൻ്റെ ജീവിതത്തെ ഇപ്പോൾ നമ്മിലേക്ക് കൊണ്ടുവരുന്നത് ദൈവമാണ്. സിംഹങ്ങൾ തകർത്ത് കളയാമായിരുന്ന, സിംഹങ്ങൾ അവസാനിപ്പിച്ചേക്കാമായിരുന്ന ജീവിതത്തെ ദൈവമാണ് നമ്മുടെ മുൻപിൽ എത്തിച്ചിരിക്കുക. അതുകൊണ്ട് ദാരിയൂസ് രാജാവ് പറഞ്ഞു, ദാനിയേലിൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ സകലരും ഭയന്ന് വിറയ്ക്കണം. ആ കഥയുടെ ബാക്കി മുൻഭാഗം നമുക്കറിയാം. ക്രിസ്തുവിന് മുൻപ് 164, 167 വർഷങ്ങളിൽ രചിക്കപ്പെട്ട പുസ്തകമാണ്.
BC രചിക്കപ്പെട്ട ഈ ഗ്രന്ഥമാണ്. ദാനിയേലിനെ അവസാനിപ്പിക്കുവാൻ സിംഹങ്ങളുടെ വായിലേക്ക് എറിഞ്ഞുകൊടുത്തപ്പോൾ സിംഹങ്ങൾ അവനെ കൊന്ന് തിന്നില്ല എന്ന് മാത്രമല്ല, അവൻ്റെ ദൈവം, ദാനിയേലിൻ്റെ ദൈവം, സിംഹങ്ങളുടെ വായിൽ നിന്ന് ദാനിയേലിനെ രക്ഷിച്ചു. ആയതുകൊണ്ട് ദാരിയൂസ് രാജാവ് തൻ്റെ അധികാരത്തിലുള്ള സകല ജനതയ്ക്കും എഴുതി, ദാനിയേലിൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാവരും ഭയന്ന് വിറച്ച് നിൽക്കണം. ഭാഷ അല്പം പരുക്കനായി തോന്നിയേക്കാമെങ്കിലും ഭാഷയിലൂടെയുള്ള പൊരുൾ നാം തിരിച്ചറിയണം. ദാനിയേലിൻ്റെ ദൈവം അവൻ ജീവിക്കുന്ന ദൈവമാണ്. സിംഹങ്ങളെക്കാൾ ശക്തിയുള്ള ദാനിയേലിൻ്റെ ദൈവം. നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് പ്രിയപ്പെട്ടവരെ പ്രവേശിക്കുകയാണ്. പുതിയ വത്സരത്തിൻ്റെ ആകുലതകളും ആകാംക്ഷകളും നമുക്കുണ്ട്. രാജാവ് തൻ്റെ ജനങ്ങൾക്ക് മുഴുവനായി കൊടുക്കുന്ന കൽപ്പനയിൽ പറയുന്നു, ഇനി മുതൽ ദാനിയേലിൻ്റെ രാജാവാണ്, ദാനിയേലിൻ്റെ ദൈവമാണ് നമ്മുടെ ദൈവം. കാരണം കണ്ണുകൊണ്ട് കണ്ടു, അവന് ബോധ്യപ്പെട്ടു. അലറി വിളിക്കുന്ന സിംഹങ്ങൾ ദാനിയേലിനെ ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, അത്ഭുതകരമായ വസ്തുത, ദാനിയേൽ രക്ഷിതനായ ശേഷം ദാവീദിനെതിരെ ദൈവദൂഷണം പറഞ്ഞു നടന്നവരെ ഇതേ കുഴിയിലേക്ക് വലിച്ചെറിയുവാൻ രാജാവ് ആവശ്യപ്പെടുമ്പോൾ അവരെ മുഴുവൻ സിംഹങ്ങളുടെ മധ്യേ എറിയുമ്പോൾ നിമിഷം കൊണ്ട് സിംഹം അവരെ കൊന്ന് തിന്ന് തീർക്കുന്ന കാഴ്ച. രാജാവ് വിറച്ചുപോയി, അത്ഭുതപ്പെട്ടു പോയി, പരിഭ്രാന്തനായി. അതുകൊണ്ടെഴുതി, ദാനിയേലിൻ്റെ ദൈവം നമ്മുടെയും ദൈവം. അവൻ്റെ മുമ്പിൽ ഭയന്ന് വിറച്ച് നിൽക്കണം. ദാനിയേലിനെ രക്ഷിച്ചത് ദൈവമാണ്. ചെറിയ അസ്വസ്ഥതകൾ വരുമ്പോൾ, മനസ്സിൻ്റെ ക്ലേശങ്ങളുണ്ടാകുമ്പോൾ നാം എവിടെയെല്ലാം തേടി പിടിക്കാനാണ് ശ്രമിക്കുന്നത് പ്രിയപ്പെട്ടവരെ. മനുഷ്യർ ശ്രമിച്ച് പരാജയപ്പെട്ട് പോയത് വീണ്ടും നമ്മൾ ഒരു പിടിവള്ളി പോലെ കയറി പിടിക്കുകയാണ്. ഉള്ളിലറിയാം ഇതൊന്നും രക്ഷിക്കില്ല. എന്നാൽ നമുക്ക് വീണ്ടും ഒന്നുകൂടി അവിടെ ഒന്ന് ശ്രമിച്ചാലോ? എന്നെ ശ്രവിക്കുന്ന പ്രിയ മകനെ, മകളെ, നീ ദാനിയേലിൻ്റെ സിംഹക്കുഴിയിൽ അതിനടുത്ത് പോയി നിൽക്കണം. സിംഹങ്ങളുടെ മധ്യേ നിൽക്കുന്ന ദാനിയേലിനെ നീ കാണണം. സിംഹങ്ങളുടെ വായിൽ നിന്ന് രക്ഷിതനാകുന്ന ദാനിയേലിനെ നീ ഒന്ന് ശ്രദ്ധിക്കണം. രാജാവ് പറയുന്നത് നിൻ്റെ ചെവികളിൽ പതിക്കണം. രോഗം, പീഡനങ്ങൾ, പരിഹാസം, ഉത്തമവിശ്വാസിയായി ജീവിക്കുന്നതിന് പരിഹസിച്ച് തള്ളുന്ന പരിഷ്കൃത ലോകം, കത്തോലിക്ക വിശ്വാസം ജീവിക്കുന്നതിന് നമ്മെ പരിഹാസം കൊണ്ട് മൂടിക്കളയുന്ന മാധ്യമ വിചാരണകളും ലോകങ്ങളും എല്ലാം മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ നിൻ്റെ മനസ്സിൽ നീ തേടേണ്ടത് ഉണങ്ങിയ ഏതോ ഒരു മരക്കഷ്ണത്തെയല്ല, മറിച്ച് കൈനീട്ടി നിൽക്കുന്ന നിൻ്റെ ദൈവത്തെയാണ്. ഹാപ്പി ന്യൂ ഇയർ എന്ന് നാം ആശംസിക്കുമ്പോൾ
യഥാർത്ഥത്തിൽ നാം ഈ ദൈവത്തെ കൂടെ കൊടുക്കുകയല്ലേ? ഗോഡ് ബി വിത്ത് യു. ഗുഡ് ബൈ എന്ന് പറയുന്നതിൻ്റെ പൂർണ്ണ രൂപം അതല്ലേ? ഗോഡ് ബി വിത്ത് യു ടിൽ വി മീറ്റ് അഗെയിൻ. നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ദൈവം നിൻ്റെ കൂടെ ഇരിക്കട്ടെ. ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ നാം കണ്ടുമുട്ടുന്നവരോട് പറയാൻ കഴിയുമോ? ഗോഡ് ബി വിത്ത് യു ത്രൂ ഔട്ട് ദി ഇയർ. വർഷത്തിൻ്റെ മുഴുവൻ സമയവും ദൈവം അങ്ങയുടെ കൂടെ ഇരിക്കട്ടെ. മനുഷ്യൻ കൂടെ ഇരുന്ന് പരാജയപ്പെട്ടു പോയതല്ലേ? തത്വങ്ങൾ കൂടെ ഇരുന്ന് പരാജയം ഏറ്റുവാങ്ങിയതല്ലേ? ഔഷധങ്ങൾക്ക് ശക്തിയില്ലെന്ന് നാം തിരിച്ചറിഞ്ഞതല്ലേ? പ്രശംസയ്ക്കും പാരിതോഷികങ്ങൾക്കും പരിമിതിയുണ്ടെന്ന് നാം എത്രയോ തവണ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. നിൻ്റെ ദൈവത്തെ മുറുകെ പിടിക്കുക. മകനെ, മകളെ, അവിടുന്ന് നിന്നെ സ്ഥിരീകരിക്കും. പുതുവർഷത്തിൻ്റെ എല്ലാ മംഗളങ്ങളും അനുഗ്രഹങ്ങളും ഞാൻ എല്ലാവർക്കുമായി നേരുമ്പോൾ ഒരു കാര്യം പ്രിയപ്പെട്ടവരെ മനസ്സിലോർക്കുക. ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ നാം ശ്രമിക്കുമ്പോൾ അത് പൂർണ്ണമാകണമെന്നില്ല. അത് പക്വതയുടെ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന അനുഭവമാകണമെന്നില്ല. But if you wish to walk with the Lord, or if you attempt to walk with the Lord will take care of you. അവിടുന്ന് നിൻ്റെ കൈ പിടിച്ച് നടത്തിക്കൊള്ളും. ഓർത്തിരിക്കുക, ലോകം കാണുന്നത് ഒരുപക്ഷെ 2 കാൽപാദങ്ങൾ മാത്രമാകും. വലിയ 2 കാൽപാദങ്ങൾ. അതിൽ നമ്മുടെ 2 കാൽപാദങ്ങളും ദൈവത്തിൻ്റെ വലിയ കാൽപാദവും ഒന്നായി നിൽക്കുമ്പോൾ ലോകത്തിന് അത് തിരിച്ചറിയാൻ കഴിയില്ല. എങ്കിലും നിൻ്റെ ദൈവത്തിനും നിനക്കും, മകനെ, മകളെ, അത് തിരിച്ചറിയാൻ കഴിയുമല്ലോ. ദാനിയേലിൻ്റെ ദൈവം, സിംഹങ്ങളെക്കാൾ ശേഷിയുള്ള ദൈവം നിന്നെ മരണവക്ത്രത്തിൽ നിന്ന് കാത്തുകൊള്ളും. കൊറോണ, അത് നാം അതിജീവിക്കും ദൈവത്തിൻ്റെ ശക്തിയോട് ചേർന്ന്. നമ്മളെന്തെല്ലാം വിഷയങ്ങളെ അതിജീവിച്ചിട്ടുണ്ട്. കോവിഡ് എന്ന ഈ ഒരു മഹാമാരിയുടെ മുൻപിൽ ലോകം മുഴുവൻ നശിച്ചു പോകും എന്ന് നീ കരുതുന്നുവോ? ഒരിക്കലുമില്ല. നാം കൊറോണയെയും ദൈവത്തിൻ്റെ കരം പിടിച്ച് അതിജീവിക്കും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശക്തി നാം വീണ്ടും അനുഭവിക്കും. ദൈവം കൂടെയിരിക്കുന്ന ജനമെന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ സ്തുതിപ്പാൻ അവിടുന്ന് നമുക്ക് കൃപ നൽകും. 2021 അവസാനം നാം വീണ്ടും അടുത്തൊരു വർഷത്തിൻ്റെ സന്തോഷാശംസ കൈമാറുന്നതിന് തയ്യാറെടുക്കുമ്പോൾ നാം തിരിഞ്ഞു നോക്കുമ്പോൾ അത്ഭുതകരമായ ദൈവപരിപാലന നാം എണ്ണി എണ്ണി പറയുവാൻ കഴിയുന്നത് പോലെ നമ്മുടെ മനസ്സിൽ നിരന്ന് നിൽക്കും. വെളിപ്പെടാനിരിക്കുന്ന മഹത്വങ്ങൾക്ക് മുൻപിൽ അതിനോട് തുലനം ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ കഷ്ടപ്പാടുകൾ തുലവും നിസ്സാരം എന്ന് അപ്പസ്തോലൻ റോമാക്കാരെ ഓർമ്മപ്പെടുത്തുന്നത് നമുക്കോർക്കാം. വരാനിരിക്കുന്ന ജീവിതത്തിൻ്റെ മഹത്വം, ഇപ്പോഴത്തെ കഷ്ടപ്പാടുകൾ ഇതൊന്നുമല്ല. നാം ജീവിതത്തിൻ്റെ മഹത്വത്തെ കാണും. ദൈവകൃപയെ നാം അനുഭവിക്കും. പുതിയ വർഷം പ്രിയപ്പെട്ടവരെ ദൈവത്തോട് ചേർന്ന് നിൽക്കട്ടെ. ദൈവം നിങ്ങളെ പരിപാലിക്കുക എന്നത് അവിടുത്തെ വാത്സല്യമുള്ള അവിടുത്തെ കടമയാകുന്നു. മലങ്കര കാത്തലിക് TV-യിലൂടെ നിങ്ങളെല്ലാവരെയും പുതിയ വർഷത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും പ്രാർത്ഥനയും ഞാൻ അറിയിക്കുന്നു. പുതിയ വർഷത്തിൻ്റെ നന്മകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും
നന്മകൾ പുഷ്പിക്കുവാനും നിങ്ങൾ ദാനിയേലിൻ്റെ ദൈവത്തോട് ചേർന്ന് നിൽക്കുക. അത്ഭുതങ്ങൾ നമ്മുടെ കണ്ണുകൾ കാണും. ഹാപ്പി ന്യൂ ഇയർ. പുതിയ വത്സരം, പുതിയ ദൈവാനുഭവം. പരാജയങ്ങൾക്ക് മുൻപിൽ വിജയത്തിൻ്റെ കൊടി പാറിക്കുന്ന ദൈവത്തിൻ്റെ കരം പിടിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. ദൈവം തുണയായിരിക്കട്ടെ, ദൈവം കൂടെയായിരിക്കട്ടെ. നാം വീണ്ടും കണ്ടുമുട്ടുവോളം ദൈവം കൂടെയിരിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ.